പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി നടിയെ ആക്രമിച്ച കേസിലെ മുഴുവൻ പ്രതികളും പുറത്തേക്ക് എന്ന സാഹചര്യം വരും. അത് എന്താണ് അതിൻ്റെ തുടർച്ചയുണ്ടാവുക എന്നുള്ള കാര്യം സംശയകരമാണ്. കേസിന്റെ വിചാരണ ഇങ്ങനെ നീളുന്നത് അത്ഭുതകരമെന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി പല ആശങ്കകളും പറഞ്ഞ ശേഷമാണ് ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഡൽഹി മുഖ്യമന്ത്രിയാവുക അതിഷി മർലേനയാണ്. അതിഷി മർലേനയെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയുള്ള സൂചനകൾ ശരിവെച്ചുകൊണ്ട് അതിഷി മർലേന ദില്ലി മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ആപ്പ് MLA-മാരുടെ യോഗത്തിൽ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നു. അങ്ങനെ ഡൽഹിയിൽ മൂന്നാമതും ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണ്. അതിഷി മർലേന ദില്ലി മുഖ്യമന്ത്രി എന്നുള്ളതാണ്. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിഷി മർലേന. 11 വകുപ്പുകൾ ഇതിനകം അതിഷി നോക്കുന്നുണ്ട്. ഇപ്പോൾ കേജ്രിവാൾ ജയിലിൽ പോയ ശേഷം കേജ്രിവാളിന്റെ വകുപ്പുകളടക്കം അതിഷി മർലേന നോക്കുന്നുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കൂടി പ്രതി ചേർക്കാൻ, കുരുക്കിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് നേരത്തെ അതിഷി പ്രതികരിച്ചിരുന്നു. കേജ്രിവാൾ ജയിലിൽ പോയ ശേഷം അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ BJP-ക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്ത ആപ്പ് നേതാവാണ് വിദ്യാഭ്യാസ ധനകാര്യ മന്ത്രിയായ അതിഷി മർലേന. ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഇപ്പോൾ നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ MLA-മാരുടെ യോഗത്തിലാണോ ഈ തീരുമാനമുണ്ടായത്? പ്രഖ്യാപനം എപ്പോൾ പ്രതീക്ഷിക്കാം? ഇപ്പോൾ MLA-മാരുടെ യോഗം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ പൂർത്തിയായിരിക്കുന്നു. ഈ യോഗത്തിലാണ് ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലേനെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ അക്ഷിയുടെ പേരുകൾക്കായിരുന്നു ഏറ്റവും അധികം ഈ യോഗത്തിൽ പരിഗണന ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ വരുന്ന അതിഷി മർലേന മുഖ്യമന്ത്രി ഏറ്റവും മുൻപ് നമ്മളും ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. എന്താണെങ്കിലും അതിപ്പോൾ ശരിയായിരുന്നു. അതിഷി മർലേനെ പുതിയ മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നിയമസഭാ യോഗത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു. ഭൂരിഭാഗം MLA-മാർ, പ്രത്യേകിച്ച് മനീഷ് സിസോദിയ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ ഭൂരിഭാഗം MLA-മാരും അതിഷിക്ക് പിന്തുണ നൽകിയവരാണ്. അതിഷി മർലേന മുഖ്യമന്ത്രിയെ ഇപ്പോൾ ചുമതലയേൽക്കാൻ പോകുന്നത്. അത്തരത്തിൽ അതിഷിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ അതോടൊപ്പം തന്നെ സുഷമ സ്വരാജിന് ശേഷം ദില്ലിയിലേക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാം. ഈ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതിഷിയെ സംബന്ധിച്ചിടത്തോളം 43 വയസ്സ് മാത്രമാണ് അതിഷി മർലേനയ്ക്ക് പ്രായം ഉള്ളത്. ദില്ലിയിലെ ഇപ്പോഴത്തെ 11ഓളം വകുപ്പുകൾ അതിഷി കൈകാര്യം ചെയ്യുന്നുണ്ട്. പൊതുമരാമത്ത്, ജലസേചനം, അതോടൊപ്പം തന്നെ വനിതാ ശിശുക്ഷേമം അടക്കമുള്ള 11ഓളം വകുപ്പുകൾ അതിഷി കൈകാര്യം ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ പാർട്ടിക്ക് നെടുന്തുണ ആളാണ്. വനിതകൾക്കിടയിൽ പ്രധാനമായും വലിയ പ്രാതിനിധ്യമുള്ള നേതാവാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ആം ആദ്മി പ്രവർത്തകരുമായും വലിയ ബന്ധം അതിഷി മർലേനയ്ക്കുണ്ട്. 2013 മുതൽ തന്നെ അതിഷി ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. മാനിഫെസ്റ്റോ കമ്മിറ്റി മുതൽ പല കാര്യങ്ങളിലും അതിഷി വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു അതിഷി മർലേന എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വനിതാ മുഖവും ഒപ്പം വക്താവും അങ്ങനെ നിരവധി പദവികളിൽ അതിഷി വളരെ സുപരിചിതയാണ് എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും അതിഷി മർലേനയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തു വന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തും. ഒപ്പം ഇന്ന് വൈകിട്ട് 4:30 ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് രാജി നൽകുകയും MLA-മാരുടെ പിന്തുണക്കത്ത്, അതിഷിയുടെ പിന്തുണ കത്ത് ഗവർണർ കൈമാറുകയും ചെയ്യും. എന്താണെങ്കിലും ആം ആദ്മി മന്ത്രിസഭയിൽ ഒരു വലിയ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു. അതിഷി മർലേന പുതിയ മുഖ്യമന്ത്രിയായി ഇനിയിപ്പോൾ എത്താൻ പോവുകയാണ്. 6 മാസത്തിൽ താഴെ മാത്രമാണ് ഇനിയിപ്പോൾ ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ളത്. രാഷ്ട്രീയമായി തന്നെ വലിയ നീക്കമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ദില്ലി മദ്യനയ അഴിമതി അദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം പുറത്ത് ജാമ്യം ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കടമകൾ നിറവേറ്റുവാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോകുവാനോ അദ്ദേഹത്തിന് അനുമതി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഓണ ദിവസത്തിൽ ഇവിടെ വെച്ച് മാധ്യമങ്ങളെയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി തന്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ താൻ രാജിവെക്കും എന്നായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം. പ്രധാനമായും തനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ജനങ്ങളുടെ കോടതിയിൽ തനിക്ക് വിജയിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി താൻ രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടും. അതിനുശേഷമായിരിക്കും താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് മടങ്ങിയെത്തുക. ആ കാലഘട്ടത്തിൽ കേജ്രിവാൾ ഇന്ന് വൈകിട്ട് 4:30-ക്കാണല്ലോ ലഫ്റ്റനന്റ് ഗവർണറെ കാണുന്നത്. രാജിക്കത്ത് നൽകുന്നു. കേജ്രിവാളിനൊപ്പം മുഴുവൻ മന്ത്രിസഭ കൂടി രാജിവെക്കുകയല്ലേ?
തീർച്ചയായും 4:30 ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് രാജിക്കത്ത് നൽകുന്നതിനൊപ്പം MLA-മാരുടെ പിന്തുണക്കത്തും അദ്ദേഹം നൽകും. ആ പിന്തുണക്കത്ത് കൈമാറിയതിനു ശേഷം എന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് ഇനിയിപ്പോൾ എല്ലാവരും ഒറ്റുനോക്കുന്നത്. നാളെ തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ നാളെ തന്നെ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയാണ് ഉള്ളത്. എന്താണെങ്കിലും വളരെ അപൂർവമായി, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രത്തിന് അപൂർവമായ സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. ജയിൽ മോചിതനായി, അതായത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോകുന്നു. ജയിലിൽ പോകുമ്പോൾ പോലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിലൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ അദ്ദേഹം നിയമപരമായി തന്നെ പോരാടി ജാമ്യം ലഭിച്ച് കോടതിക്ക് പുറത്തു ശേഷമാണ് മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നത് എന്ന പ്രത്യേകതയാണുള്ളത് പല ഘട്ടങ്ങളിലും. ഇപ്പോൾ നമ്മൾ ജാർഖണ്ഡിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഹേമന്ത് സോറൻ അഴിമതി കേസിൽ ജയിലിൽ പോയതിനു ശേഷം അദ്ദേഹം ജയിലിൽ പോയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വീണ്ടും മുഖ്യമന്ത്രി ആവുകയാണ് ചെയ്തത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിയമ പോരാട്ടത്തിലൂടെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത് നിയമ പോരാട്ടത്തിലൂടെ അരവിന്ദ് കെജ്രിവാൾ നിയമത്തിന്റെ വഴിക്ക് നീതി നേടി സത്യം വിജയിച്ച് പുറത്തു വന്നതിനു ശേഷം അദ്ദേഹം രാജിവെക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനൊരു രാജി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ദില്ലിയിലെ ജനങ്ങൾ ആ രാജിയെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ദില്ലി മുഴുവൻ ആ രാജിയെക്കുറിച്ച് സംസാരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് വരുന്ന 6 മാസം, നിലവിൽ ഫെബ്രുവരിയിലാണ് ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പക്ഷേ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. അതേസമയം BJP ആകട്ടെ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഒരു നാടകമായി ചിത്രീകരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുകയല്ല, മറിച്ച് അദ്ദേഹം ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേടുകയാണ് വേണ്ടത് എന്ന ഒരു നിലപാടാണ് BJPക്കുള്ളത്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ രാജി, അതിന് പിന്നാലെ അതിഷി മർലേന ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രിയായി എന്താണെങ്കിലും എത്താൻ പോകുന്നു. ആ പ്രഖ്യാപനത്തിന് ദില്ലി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലാണ് നമ്മൾ ഉള്ളത്. അല്പസമയത്തിനകം കേജ്രിവാൾ തന്നെ ആ പ്രഖ്യാപനം നടത്തും. ഇന്ന് വൈകിട്ട് ഗവർണറെ കാണും. നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെയോ ഈ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് ആം ആദ്മി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ പൂർണ്ണ പിന്തുണ അതിഷി മർലേനയ്ക്ക് ലഭിച്ചു. ആ പിന്തുണയാണ് അതിഷി മർലേനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. സ്മൃതി.